നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 1982 നടന്ന വേഗത്തിൽ ട്രാപ്പിലായ ഒരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ബക്കർ എന്ന ചെസ് പ്ലെയർ ആണ് വൈറ്റ് സൈഡ് കളിക്കുന്നത്. ബ്ലാക്ക് സൈഡ് കളിക്കുന്നത് ആരാണെന്ന് വ്യക്തമല്ല. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. റെട്ടി ഓപ്പണിംഗ് ആണ്. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഡെവലപ്പായ നൈറ്റിനെ തന്നെ വീണ്ടും മൂവ് ചെയ്യാണ്. നൈറ്റിനെ E5ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആദ്യം C5 മൂവ് ചെയ്തുകൊണ്ട് പോണുകൾ ഉപയോഗിച്ച് സെൻട്രൽ സ്കോറുകൾ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫറാണ്. E4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ E5ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് ലക്ഷ്യം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം ക്വീനെ C7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനൊരു സപ്പോർട്ട് കൊടുക്കുന്നു. അതിനുശേഷം ബ്ലാക്ക് ആ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ F4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ഡിസ്കവേർഡ് അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കുന്നു. അത് മനസ്സിലായിക്കൊണ്ട് ബ്ലാക്ക് ആദ്യം തന്നെ ക്വീനെ അവിടെ നിന്ന് മാറ്റാണ്. ക്വീനെ D8ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുകയാണെങ്കിൽ ബ്ലാക്കിനെ ക്വീനെ വെച്ച് ക്വീനോട്ട് എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ കിങ്ങിനെ മൂവ് ചെയ്യിക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുന്നില്ല. നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ തന്നെ ഒരു പോൺ ലാഭമുണ്ട്. ബ്ലാക്ക് അടുത്ത പോണിനെ കൂടെ നേടിയെടുക്കുകയാണ്. പോൺ ഉപയോഗിച്ച് പോണിട്ട് എടുത്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. നൈറ്റിനെ B5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ D4ലെ പോണിനെ 2 പീസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ ലാഭം കിട്ടിയ പോണുകളെ തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആ പോണുകളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ A5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇതിപ്പോൾ ഒരു ഫോർക്കിൻ ചെക്കാണെങ്കിലും ആ നൈറ്റിന് ബിഷപ്പിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് പേടിക്കാനില്ല. അതുകൊണ്ട് വൈറ്റ് ഇവിടെ മറ്റൊരു ട്രിക്ക് കൂടെ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതിനായിട്ട് ഈ ബിഷപ്പിനെ തിരിച്ചു കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഈ സപ്പോർട്ടുള്ള പോൺ ഉപയോഗിച്ചോ ബ്ലോക്ക് ചെയ്യുന്നില്ല. പകരം B4 മൂവ് കൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ ചെക്ക് ബ്ലോക്കും ആയിട്ടുണ്ട്. അതുപോലെ ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട്. ഇത് ഒരു പോൺ സാക്രിഫൈസ് കൂടെയാണ്. ഇതോടെ ബ്ലാക്കിന് മൂന്നാമത്തെ പോണിനെ കൂടെ നേടിയെടുക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക് ആ പോണിനെ നേടിയെടുക്കുകയാണ്. ക്വീൻ വെച്ച് B4ലെ പോണിനെ എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഈ ചെക്ക് ഒഴിവാക്കുന്നതിനായിട്ട് വൈറ്റ് വീണ്ടും ഒരു പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. C3 മൂവ് കൊണ്ട് നാലാമത്തെ പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ആ പോണിനിപ്പോൾ നൈറ്റിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ക്വീൻ വെച്ച് ഇട്ടെടുക്കാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്കുമാണ്. അതുകൊണ്ട് ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് D3ലെ പോണിനെ ഇട്ടെടുക്കുന്നു. ഇനി അടുത്ത മൂവിൽ C2 മൂവ് കൊണ്ട് ഡിസ്കവേർഡ് ചെക്കും അതിനോടൊപ്പം ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയും വൈറ്റിൻ്റെ ക്വീനെ നേടിയെടുക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ വൈറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്കിന് തോൽക്കേണ്ടി വരികയായിരുന്നു. ആ മൂവ് ഏതാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. അതുകൊണ്ട് വീഡിയോ പോസ് ചെയ്യാൻ പറയുന്നില്ല. അടുത്ത മൂവിൽ വൈറ്റ് നൈറ്റിനെ C7ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ഗെയിം വിജയിക്കുകയായിരുന്നു. ഇപ്പോൾ ചെക്കാണ്. ഈ D5 മുഴുവൻ വൈറ്റിൻ്റെ ക്വീൻ്റെ കൺട്രോളിലാണ്. കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്പേസ് ഒന്നുമില്ല. അതോടെ ചെക്ക് മേറ്റായി. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ക്വീൻ ഒഴികെയുള്ള വേറെ ഒരു പീസുകളും ഡെവലപ്പായിട്ടില്ല. എല്ലാ പീസുകളും ആദ്യത്തെ അതേ സ്ഥാനത്ത് തന്നെയാണുള്ളത്. സ്വന്തം സേഫ്റ്റി നോക്കാതെ വെറുതെ കിട്ടിയ പോണുകളെ നേടിയെടുക്കാൻ ശ്രമിച്ചവരാണ് ബ്ലാക്കിന് ഈ ഗെയിം വളരെ വേഗത്തിൽ തോൽക്കേണ്ടി വന്നത്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.